ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോലുബിലിറ്റി പ്രൊഡക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ വീണ്ടും സോലുബിലിറ്റി പ്രൊഡക്റ്റിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, NCERT ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. മക്കൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇത് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലെ 72th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചേ. വാട്ട് ഈസ് ദി minimum volume of water required to dissolve 1 gram of calcium sulfate at 298 Kelvin? അതായത് നിങ്ങൾക്ക് 1 gram കാൽഷ്യം സൾഫേറ്റിനെ ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മിനിമം എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് ആഡ് ചെയ്യേണ്ടത്? അതിനേക്കാളും കൂടുകയാണെങ്കിൽ എന്തായാലും ഡിസോൾവ് ആകും. പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ വോളിയത്തിനേക്കാളും കുറവാണെങ്കിൽ പിന്നെ അവിടെ ഡിസോൾവ് ആവില്ല. അപ്പോൾ ഏറ്റവും മിനിമം വോളിയം ഓഫ് വാട്ടറാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. KSP ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എടാ, കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന സമയത്ത് നോക്കാം. കാൽഷ്യം സൾഫേറ്റ് മക്കളെ വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? കാൽഷ്യം 2+ കിട്ടും, അതേപോലെ SO4 2- കിട്ടും. കാൽഷ്യം 2+ ഇവിടെ S ആണെങ്കിൽ SO4 2- S തന്നെ. രണ്ടിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് S-ഉം S-ഉം. അപ്പം KSPന്റെ ഇക്വേഷൻ നമുക്കറിയാം. KSP ഈക്വൽ ടു എന്താ? കാൽഷ്യം 2+ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു SO4 2- കോൺസെൻട്രേഷൻ. കാരണം കോഎഫിഷ്യന്റ് എല്ലാം 1 ആയതുകൊണ്ട് പവറിൽ 1 മതി. കാൽഷ്യം 2+ന്റെ കോൺസെൻട്രേഷൻ എന്താ? അവിടെ S ആണ്. SO4 2- കോൺസെൻട്രേഷൻ എന്താ? S ആണ്. അപ്പൊ എന്ത് കിട്ടും? S² കിട്ടും. അതായത് ആ S² ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9.1 ഇൻറ്റു 10⁻⁻⁶. അപ്പൊ S ആകുമ്പോൾ മക്കൾ അതിന്റെ റൂട്ട് എടുത്താൽ മതി. 9ന്റെ റൂട്ട് 3. അപ്പൊ 9.1ന്റെ റൂട്ടും ഏകദേശം നമുക്ക് 3 ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ 3 ഇൻറ്റു 10⁻⁻⁶ റൂട്ട് എന്താ? 10⁻⁻3. എടാ, സോലുബിലിറ്റി പൊതുവെ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ. അതുകൊണ്ട് തന്നെ ഇയാളുടെ യൂണിറ്റ് എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ ആയിരിക്കും. അതായത് 3 ഇൻറ്റു 10 1 ലിറ്ററിൽ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 1 ലിറ്ററിൽ നിങ്ങൾക്ക് 3 ഇൻറ്റു 10⁻³ മോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റും. ചോദ്യം അതല്ല, 1 ഗ്രാമിൽ എത്ര വോളിയം വേണമെന്ന. അപ്പൊ ഈ മോളിന് ഞാൻ ആദ്യം അങ്ങോട്ട് മാറ്റണം, ഗ്രാമിലോട്ട് മാറ്റണം. മക്കള് മോളിന് എങ്ങനെ ഗ്രാമിലോട്ട് മാറ്റുക? ഒരാളുടെ മോൾ അറിയുകയാണെങ്കിൽ ഇൻറ്റു മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. കാൽഷ്യം സൾഫേറ്റിന്റെ മോളിക്കുലാർ മാസ് എത്ര? ഏകദേശം 136 സംതിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മോളിന് ഗ്രാമിലോട്ട് മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു? അതിന്റെ മോളിക്കുലാർ മാസിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഗ്രാം പെർ ലിറ്റർ കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്കത് ഇവിടെ എഴുതാം. 3 ഇൻറ്റു 10⁻³ ഇൻറ്റു 136 ഗ്രാമിന് നിങ്ങൾക്ക് എന്ത് വേണം? 1 ലിറ്റർ വേണം. ചോദ്യം എന്താ? 1 ഗ്രാമിന് എത്ര ലിറ്റർ വേണമെന്നാ. അതായത് ഇത്രയും ഗ്രാമിന് ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ മിനിമം വേണം. ചോദ്യം ഇത്രയും ഗ്രാമിനല്ല, 1 ഗ്രാമിന് എത്ര വേണം എന്നാടാ. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ 1 ഗ്രാമിന് എത്ര വേണ്ടി വരും മക്കളെ? 1/3 ഇൻറ്റു 10⁻³ ഇൻറ്റു 136 ചെയ്താൽ ഇത്രയും ലിറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? 1 ഗ്രാമിന് ഡിസോൾവ് ചെയ്യാൻ മിനിമം വേണ്ടി വരും. ഇതിനേക്കാളും കൂടുതൽ എടുത്താൽ ഓക്കെ, വീണ്ടും ഡിസോൾവ് ആവും. ഇതിനേക്കാളും കുറവ് വെള്ളം ആഡ് ചെയ്താൽ അത് ഡിസോൾവ് ആവില്ല, പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ഇടുക. ഓക്കെ ആണല്ലോ? അപ്പം എളുപ്പമാണ് മക്കളെ. ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരാളുടെ KSP തന്നിട്ടുണ്ട്. അപ്പൊ KSP കാൽഷ്യം സൾഫേറ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ S² ഈക്വൽ ടു KSP. അപ്പൊ S എനിക്ക് കിട്ടി. S കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. അതായത് 1 ലിറ്റർ, അതായത് ഇത്രയും മോൾ ഡിസോൾവ് ആവും 1 ലിറ്ററിൽ. നമുക്ക് ഗ്രാമും ലിറ്ററും കണക്കാണ് ചോദ്യം അല്ലേ? 1 ഗ്രാമിന് എത്ര ലിറ്റർ വേണമെന്നാ ചോദ്യം. അതുകൊണ്ട് മോളിനെ നിങ്ങൾ ആദ്യം ഗ്രാമിലോട്ട് മാറ്റാൻ കാൽഷ്യം സൾഫേറ്റിന്റെ മോളിക്കുലാർ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും ഗ്രാം ഡിസോൾവ് ആവാൻ 1 ലിറ്റർ വേണമെന്നാ. നമുക്ക് ഇത്രയും ഗ്രാമിനല്ല ചോദ്യം, 1 ഗ്രാമിന് എത്ര ലിറ്റർ വേണമെന്നാ. അപ്പൊ ഇത്രയും ഗ്രാമിന് 1 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണ്ടി വരും? ഇത്രയും ലിറ്റർ വേണ്ടി വരും. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? അറിയിക്കുക കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലെ സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യമാണ് ഇതൊക്കെ. അപ്പം നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.